ഞാൻ ഉദ്ദേശിച്ചത് ഇയാളെ അല്ല, വേറൊരാളാണ്. അപ്പൊ ഇയാളെ കൊണ്ട് കരഞ്ഞ് കാല് പിടിച്ചപ്പോൾ ഇയാൾ സെക്രട്ടറി ആക്കിയതാ. വീട്ടിൽ നമ്മൾ പണിക്കാരെ വിളിക്കും, അല്ല ജോലിക്ക് ഓരോരോ പണിക്ക് നമ്മൾ ആളെ വിളിക്കലോ, അതുപോലെ വിളിക്കാണെന്നാണ് പുള്ളി ധരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ പാർട്ടിയിലായിരുന്നല്ലോ കുറെ കാലം നിന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് എന്നതിനെ സംബന്ധിച്ച് ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് ഈ ഒറ്റ പ്രസ്താവന കൊണ്ട് നാട്ടിലെ ആളുകൾക്ക് ബോധ്യപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി അങ്ങനെ ആരെങ്കിലും ഒരാൾ വിചാരിച്ച സെക്രട്ടറി ഉണ്ടാക്കാൻ പറ്റൂ? അങ്ങനെ ഒരാളെ വിചാരിച്ചതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി വരില്ലല്ലോ. ഇതൊരു ജനാധിപത്യ സംവിധാനമാണ് പാർട്ടിക്കുള്ളിൽ. അതിലൊരു തെരഞ്ഞെടുപ്പിലൂടെയാണ് സെക്രട്ടറി വരുന്നത്. ചിലപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ആളാവും, ഇഷ്ടമില്ലാത്ത ആളാവും. അപ്പൊ ആ നിലയിൽ ലഹരകാലത്ത് നീർപ്പുവലിക്കും വിഷം വെക്കും എന്ന് പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങ് പരാജയപ്പെട്ടു, അതുകൊണ്ട് ഈ പാർട്ടി തന്നെ ഇല്ലാതായി എന്ന ധാരണയിൽ ഞങ്ങളുടെ പാർട്ടിക്കെതിരായി, ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങൾക്കെതിരായി ഒക്കെ ഭീഷണി മുഴക്കി അങ്ങ് തിരിച്ചു പോകുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതിനേക്കാളുമൊക്കെ വലിയ നേതാക്കന്മാർ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി വെല്ലുവിളിച്ചിട്ടുണ്ട്. അവരെയൊക്കെ നേരിട്ട പരിചയവും അവരെയൊക്കെ നേരിട്ട പാരമ്പര്യവുമുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന കാര്യം അത്തരക്കാർ ഓർമ്മിക്കുന്നത് നല്ലതാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. നമ്മൾ സംസ്ഥാന വ്യാപകമായി നിവ ഗോൾഡ്, ചെർപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.